നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്ത്യനിമിഷത്തിൽ വൻ ട്വിസ്റ്റ്, സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി 6 മണിക്ക് നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നായിരുന്നു ഇതുവരെയും കിട്ടിയിരുന്ന വിവരം. എന്നാൽ അതിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. വൈകിട്ട് 6:30 നെടുമ്പാശ്ശേരിയിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിൽ ദക്ഷിണ നാവിക സ്ഥാനത്തെത്തും. തുടർന്ന് KPCC ജംഗ്ഷനിലെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കും. രാത്രി 7-നും 8-നും ഇടയ്ക്കാണ് റോഡ് ഷോ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സമയത്തിൽ ചെറിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും കൊച്ചി നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മുതലും നാളെ പുലർച്ചെ 3 മുതൽ ഉച്ചവരെയുമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഹൈക്കോടതി ജംഗ്ഷൻ, MG റോഡ്, രാജാജി ജംഗ്ഷൻ, കലൂർ ജംഗ്ഷൻ, കടവന്ത്ര ജംഗ്ഷൻ, തേവര മട്ടുമ്മൽ ജംഗ്ഷൻ, തേവര ഫെറി, BOT ഈസ്റ്റ്, സ്വിഫ്റ്റ് ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുമെന്ന വിവരം പുറത്തുവരുന്നുണ്ട്. മഹാകവി G റോഡിലൂടെ കാരിക്കാമുറി റോഡിൽ കയറി ഇടത്ത് തിരിഞ്ഞ് അമ്മൻകോവിൽ റോഡ് വഴി ഷേണായിസ് തിയേറ്റർ റോഡ് വഴി MG റോഡിലെത്തി U-ടേൺ എടുത്ത് മുല്ലശ്ശേരി കനാൽ റോഡിലൂടെ TD റോഡ് വഴി ജനറൽ ആശുപത്രിയുടെ കിഴക്കേ വശത്തെ ഗേറ്റ് വഴി ആശുപത്രിയിലും പ്രവേശിക്കാവുന്നതാണ്. ഇത്തരത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വൈപ്പിൻ ഭാഗത്തു നിന്നും കലൂർ ഭാഗത്തേക്ക് വരുന്ന എമർജൻസി വാഹനങ്ങൾ TD റോഡ്, കാനൻ ഷെഡ് റോഡ് വഴി ജനറൽ ആശുപത്രിയുടെ കിഴക്കേ വശത്തെ ഗേറ്റ് വഴി ആശുപത്രിയിൽ പ്രവേശിക്കണം. ജനറൽ ആശുപത്രിയുടെ തെക്ക് വശത്തുള്ള ഹോസ്പിറ്റൽ റോഡിൽ ഇന്ന് വൈകിട്ട് 3 മുതൽ 6 വരെ വാഹന ഗതാഗതം അനുവദിക്കില്ല. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇതുമായി അനുബന്ധിച്ച് തൃശ്ശൂരിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗുരുവായൂർ, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളാണ് അവധി. പ്രൊഫഷണൽ കോളേജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമാണ്. അതേസമയം നാളെ രാവിലെ 6 മണിക്ക് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് പ്രധാനമന്ത്രി പോകും. 7:40 മുതൽ 20 മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിക്കും. 8:45 ക്ഷേത്രത്തിന് മുന്നിലെ കല്യാണ മണ്ഡപത്തിൽ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.